ഒരു കാലത്ത് മാത്രമല്ല ഇപ്പോഴും കോൺഗ്രസിലെ വജ്രശോഭയുള്ള നേതാവാണ് ശശി തരൂർ. ഇന്നും അങ്ങനെ തന്നെ. പക്ഷെ ആ ശോഭ കെടുത്താൻ ചില ശ്രമങ്ങൾ പാർട്ടിക്കുള്ളിലും പുറത്തും ഉണ്ടാകുന്നില്ലേ എന്നൊരു സംശയം. കോൺഗ്രസും ശശി തരൂരും കോൺഗ്രസും. ഡോക്ടർ ശശി തരൂരിന്റെ പല നിലപാടുകളെയും വിലയിരുത്തുമ്പോൾ ഓർമ്മിക്കേണ്ട ഒരു കാര്യം, കോൺഗ്രസ് എന്ന പ്രസ്ഥാനത്തിന്റെ ഒരു പ്രത്യേകതയുണ്ട്. മറ്റു രാഷ്ട്രീയ പാർട്ടികൾക്കില്ലാത്ത ഒരു സവിശേഷത. ഈ പാർട്ടിക്കുള്ളിൽ നിന്നുകൊണ്ടുള്ള പരസ്യമായ വിമർശനങ്ങളെ ഒരു പരിധിവരെ സഹിക്കുന്ന പാർട്ടിയാണ് കോൺഗ്രസ്. അതാണ് ആ പാർട്ടിക്കുള്ള ജനാധിപത്യം. ആ പരിധി കഴിഞ്ഞാൽ മാത്രമേ അവർ നടപടികളിലേക്ക് പോകാറുള്ളൂ. അതൊരു പ്രസ്ഥാനത്തിന് ഒരേ സമയം ഗുണവുമാണ്, മറ്റൊരു തരത്തിൽ ചിന്തിച്ചാൽ ദോഷവുമാണ്. വിവിധ ഘട്ടങ്ങളിൽ അത് സംസ്ഥാന തലത്തിലും ദേശീയ തലത്തിലും ഒക്കെ കണ്ടിട്ടുള്ളതാണ്. ഇവിടെ തരൂർ നരേന്ദ്രമോദിയെയും കേന്ദ്ര സർക്കാരിനെയും പല പ്രവർത്തനങ്ങളും നിലപാടുകളിലും പുകഴ്ത്തിയിട്ടുണ്ട്. അത് എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും മാതൃകയാകേണ്ട രീതി തന്നെയാണ്. കാരണം കർമ്മം കൊണ്ടാണ് നാം അഭിപ്രായം പറയേണ്ടത്. ആര് നല്ലത് ചെയ്താലും അത് പ്രശംസിക്കപ്പെടേണ്ടതാണ്, അംഗീകരിക്കപ്പെടേണ്ടതാണ്. കേന്ദ്ര സർക്കാരിൻ്റെ കേരളത്തിൽ ഉൾപ്പെടെയുള്ള ചില പദ്ധതികൾ തിരുവനന്തപുരത്ത് നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ ചെയ്തതും അതുതന്നെയാണ്. അതാണ് മാതൃക, അതാണ് രാഷ്ട്രീയ മര്യാദ. പക്ഷെ ആ മാതൃക ഒന്ന് പരിഷ്കരിക്കേണ്ടതുണ്ട് എന്ന് മാത്രം. ഡോക്ടർ ശശി തരൂർ BJP-യിലേക്ക് പോകുന്നതിനുള്ള അഭ്യൂഹങ്ങൾ വന്നപ്പോൾ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ വലുതായി കുലുങ്ങിയിരുന്നില്ല എന്നത് ശ്രദ്ധേയമാണ്. അത് ഈ പാർട്ടിയുടെ പണ്ടേയുള്ള സ്വഭാവമാണ്. കാരണം അങ്ങനെ വന്നാലും കോൺഗ്രസിന്റെ പ്രധാന ശക്തി കേന്ദ്രങ്ങളിൽ ഒന്നാകെ കേരളത്തിലെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തെ അത് വലുതായി ബാധിക്കില്ല എന്ന് അവർക്കറിയാം. പ്രത്യേകിച്ച് വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ അത് കോൺഗ്രസിൽ നിന്നും വലിയ വോട്ട് ചേർച്ച ഉണ്ടാക്കില്ല എന്നവർക്ക് നന്നായി ബോധ്യമുണ്ട്. എന്തെങ്കിലും ഒരു കുലുക്കമുണ്ടാകുന്നുണ്ടെങ്കിൽ അത് ശശി തരൂർ MP ആയിരിക്കുന്ന തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ ഉള്ളിലായിരിക്കും. മാത്രമല്ല അങ്ങനെ സംഭവിച്ചാൽ തന്നെ തരൂർ കൂടുതൽ ശ്രദ്ധേയനാകുക ദേശീയ തലത്തിൽ തന്നെയാകും. അല്ലാതെ കേരളത്തിൽ ഒരു ഓളം ഉണ്ടാക്കാൻ തരൂരിന് ഇപ്പോഴും സാധിക്കില്ല. പക്ഷേ ഇപ്പോൾ തരൂർ CPM-ലേക്ക് പോകുന്നു എന്ന് അഭ്യൂഹങ്ങൾ ഉയർന്നപ്പോൾ CPM-കാർ അദ്ദേഹത്തെ വല്ലാതെ ചേർത്ത് നിർത്തുന്നൊരു കാഴ്ചയാണ് കാണാൻ പറ്റുന്നത്. കപ്പിത്താൻ ഒലിയുന്ന കപ്പലിലേക്ക് തരൂർ പോകില്ലെന്ന വിശ്വാസമാണ് K. മുരളീധരൻ ഉൾപ്പെടെ പങ്കുവച്ചത്. അതും ഉറച്ച വിശ്വാസമാണ്, ശ്രദ്ധേയമാണ്. BJP-യിലേക്ക് തരൂർ പോകുന്നത് പോലെയല്ല CPM-ലേക്ക് പോകുകയെന്നും അതൊരു പക്ഷേ കോൺഗ്രസിനെ ചെറുതായിട്ടായിരിക്കില്ല ദുർബലപ്പെടുത്തുകയെന്നും ഒരു വിഭാഗം കോൺഗ്രസ്സുകാരെങ്കിലും കരുതുന്നുണ്ട്. പ്രത്യേകിച്ച് നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഒരു വക്കിൽ നിൽക്കുമ്പോൾ രാജ്യപ്രശസ്തനായൊരു കോൺഗ്രസ് MP ഇങ്ങനെ പോകുന്നതിൻ്റെ ദൂഷ്യവശങ്ങളാണ് അണികൾ പ്രതികരണങ്ങളായി പുറത്തുവിടുന്നത്. അതിലും വാസ്തവമുണ്ട്. CPM-ലേക്ക് തരൂർ പോയി കഴിഞ്ഞാൽ കേന്ദ്രഭരണം കൈയാളുന്ന BJP-യിൽ പോകുമ്പോഴുള്ള ദേശീയ അന്തർദേശീയ ആ ശ്രദ്ധ ഒരിക്കലും ലഭിക്കില്ലെന്ന് വ്യക്തമാണ്. ഏറിയൊരു MP, രാജ്യസഭ MP, അതിനപ്പുറം എന്ന് വീണ്ടും പോകാൻ കഴിയില്ലെന്ന് തരൂരിന് വ്യക്തമായി അറിയാം. നിലവിൽ കോൺഗ്രസിൽ നിന്നുകൊണ്ടുള്ള സംഭാവനകൾ കൂടുതലൊന്നും തന്നെ അദ്ദേഹത്തിന് മറ്റൊരു പാർട്ടിയിൽ നൽകാനുമില്ല. ഒരു വ്യത്യസ്ത രാഷ്ട്രീയ കാഴ്ചപ്പാടിലേക്ക് രാവിലെ ഉണർന്നെഴുന്നേറ്റ് രാത്രി കിടന്നുറങ്ങുന്നു. അത് മാത്രമാണ് തരൂരിന് അവകാശപ്പെടാനാവുക. തരൂർ ഫുൾ ടൈം രാഷ്ട്രീയക്കാരനല്ലെന്നും K. മുരളീധരൻ പറഞ്ഞു വെച്ചു. അതാണ് വാസ്തവം. അതുകൊണ്ടൊരു ചെറിയ ഇൻസൾട്ടുകൾ പോലും തരൂരിനെ വ്രണപ്പെടുത്തുമെന്ന K. മുരളീധരൻ്റെ വാക്കുകളിൽ ചില ആത്മാർത്ഥതയുണ്ട്. തരൂരിൻ്റെ യഥാർത്ഥ മാനസികാവസ്ഥയാണ് K. മുരളീധരൻ ചൂണ്ടിക്കാട്ടിയത്. ഫുൾ ടൈം രാഷ്ട്രീയക്കാരനല്ല എന്നതുകൊണ്ട് തന്നെ കേരളം പോലുള്ള സംസ്ഥാനത്തിൻ്റെ ഭരണത്തിൻ്റെ അമരത്തിരിക്കാൻ അദ്ദേഹത്തിന് ബുദ്ധിമുട്ടായിരിക്കും. അത് രാഷ്ട്രീയ മെയ്വഴക്കം നന്നായി നല്ല ഉരുക്കുപോലെ വേണ്ട ഒരു സ്ഥാനമാണ്. ഫുൾ ടൈം രാഷ്ട്രീയക്കാരനല്ല തരൂർ എന്ന് പറഞ്ഞതിലൂടെ K. മുരളീധരൻ സ്പഷ്ടമാക്കിയത് ഇത് കൂടിയാണ്. ഒരു കേന്ദ്രമന്ത്രി എന്നത് തരൂരിന് ധാരാളം സംഭാവനകൾ ചെയ്യാൻ കഴിയുന്ന, ഒരിക്കൽ കോൺഗ്രസ് സർക്കാരിൽ കേന്ദ്രമന്ത്രിയായിരുന്ന തരൂരിന് ശോഭിക്കാൻ കഴിയുന്ന മേഖലയാണ് അത്. ഇനി അടുത്ത ഒരൊറ്റ ഓപ്ഷൻ അത് BJP-യാണ്. അത് തരൂരും BJP-യും തീരുമാനിക്കേണ്ട വിഷയമാണ്. തരൂർ BJP-യിൽ ചേർന്നാൽ കേന്ദ്രമന്ത്രിയാകുമെന്ന് ഉറപ്പില്ല. തരൂർ BJP-യിലേക്ക് ചെന്നാൽ കേന്ദ്രമന്ത്രി ആക്കുമെന്നും ഇപ്പോഴും ഒരു വാഗ്ദാനവുമില്ല. തരൂരിനെ പാർട്ടിയിൽ ഉറപ്പിച്ചു നിർത്താൻ കോൺഗ്രസിന് എന്തെങ്കിലും ആഗ്രഹമുണ്ടെങ്കിൽ ചെയ്യേണ്ടത് അദ്ദേഹത്തെ ഇനിയെങ്കിലും വ്രണപ്പെടുത്താതിരിക്കുക എന്നതാണ്. ദേശീയ തലത്തിൽ സംഭാവനകൾ ചെയ്യാൻ പറ്റിയ ഏറ്റവും വലിയ സ്ഥാനം നൽകി അദ്ദേഹത്തെ ആ ചുമതല ഏൽപ്പിക്കുക. കേന്ദ്രഭരണം കയ്യിലില്ലാത്ത കോൺഗ്രസിന് എങ്ങനെ അതിന് കഴിയും എന്നതാണ് പ്രശ്നം.
അവിടെയാണ് തരൂരിൻ്റെ ഒരു അന്തിമ തീരുമാനം പ്രസക്തമാകുന്നത്. കോൺഗ്രസ് പാർട്ടിയിൽ നിന്നുകൊണ്ട് തന്നെ താൻ ഭാരതത്തിൽ നൽകേണ്ടുന്ന സംഭാവനകൾ തുടരുമെന്നാണ് തരൂരിൻ്റെ ഏറ്റവും ഒടുവിലത്തെ നിലപാട്. ആ തീരുമാനവുമായി തരൂർ മുന്നോട്ട് പോവുകയാണെങ്കിൽ അതിൻ്റെ ശരി അതാണ്, അതേ നമുക്ക് പറയാനാകുള്ളൂ. അല്ലാതെ തനിക്ക് ഭാരതത്തിന് വേണ്ടി കൂടുതൽ ചെയ്യാനുണ്ട്, അതിന് കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ സ്കോപ്പില്ല, ഇതാണ് തരൂരിൻ്റെ തീരുമാനമെങ്കിൽ അത് തെറ്റാണെന്ന് പറയാനും കഴിയില്ല. കാരണം തരൂരാണ് കേന്ദ്രബിന്ദു. തരൂരിലെ രാഷ്ട്രീയ നിലപാടുകളാണ് തീരുമാനങ്ങളിലേക്ക് കൊണ്ടുപോകുന്നത്. അന്തിമ തീരുമാനം ഏറെ വൈകാതെ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷ. പക്ഷെ തരൂർ വ്യക്തമാക്കി കഴിഞ്ഞു, മരണം വരുത്താൻ ഒരു കോൺഗ്രസ്സുകാരനെ തുടരുമെന്ന്. കാരണം തരൂരിനെ അങ്ങനെ അങ്ങ് കൈവിടാൻ ഒരു കോൺഗ്രസ്സുകാരനും സാധിക്കില്ല. അത്തരമൊരു മഹത് വ്യക്തിത്വമാണ് കോൺഗ്രസ് പാർട്ടിക്കും ഭാരതത്തിനും തരൂർ.